മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആർക്കൊക്കെയാണ് NIOSൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധ്യമാവുക എന്നുള്ളതാണ്. അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ച് പഠനം മുടങ്ങിപ്പോയ ആളുകൾ, ഇനി അതല്ല 10ാം ക്ലാസ് വരെ പോയി, പക്ഷെ 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല, ഇനി അതല്ല 10ാം ക്ലാസ് പരീക്ഷ എഴുതി പക്ഷെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ നമ്മുടെ NIOS വഴി പ്രായപരിധി ഇല്ലാതെ 10ാം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് +2ലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. ഇപ്പൊ +2 സർട്ടിഫിക്കറ്റ് ഇല്ലാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു +2 സർട്ടിഫിക്കറ്റ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ +2ലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പാസ്സായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇപ്പൊ +1ലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ +1ൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് +1 വരെ നമ്മൾ പോയി, പക്ഷെ +2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. ഇനി ചിലരുണ്ട് +2 വരെ പോയിട്ടുണ്ട്, ചിലപ്പോൾ +2ന്റെ പരീക്ഷ എഴുതി പരാജയപ്പെട്ടിട്ടുണ്ടാവും.